എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വളരെ സങ്കടകരമായ വേദനാജനകമായ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ നമ്മുടെ നാടും കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ കരുണയാൽ സ്വസ്ഥതയും സാവധാനതയുള്ള ജീവിതം ഈ പ്രദേശത്ത് കഴിപ്പാനായിട്ട് നമുക്ക് ഇടയാക്കുന്നു എന്നുള്ളതോർത്ത് കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ടും ദയക്കായിട്ടും നന്ദിയുള്ളവരായിട്ട് തുടർന്നും നമ്മുടെ പരദേശ പ്രയാണം കഴിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിലെ ചില ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. സത്യകൃപയിൽ നിലനിൽക്കുക എന്നുള്ള ആ തീമിനെ ആസ്പദമാക്കി സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ ചില പ്രത്യേകതകൾ ഈ ലേഖനത്തിലൂടെ വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കുകയാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ അതിലെ ഒരു കുറേ ക്രിയാപദമുണ്ടെങ്കിലും ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് അനുസരണം കാണിപ്പാൻ എന്നുള്ള പദപ്രയോഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അനുസരണം ഉള്ളവരാണ്. എന്തുകൊണ്ട് അനുസരണമുള്ളവരാണ് എന്നുള്ളത് ആ 2 വാക്യങ്ങളിൽ നിന്ന് നാം ചിന്തിക്കാൻ ഇടയായിട്ട് തീർന്നു. തുടർന്ന് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് തുറക്കാനുള്ള താക്കോൽ ആ 3-ാമത്തെ വാക്യം തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഉന്നതമായത് പറയും, അല്ലെങ്കിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും സത്യകൃപയിൽ നിലനിൽക്കുന്നവർ എന്നുള്ളത് നമുക്ക് ആ വാക്യങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് നന്ദിയുള്ളവരാകണം എന്നുള്ള പാഠങ്ങൾ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം ഓൾറെഡി ചിന്തിച്ചതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് അവിടെ ആവർത്തിച്ചു വരുന്ന ഒരു ക്രിയാപദമാണ് ആനന്ദിക്കുക എന്നുള്ളത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവരുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ആനന്ദിക്കുന്നവരായിരിക്കും എന്നുള്ളത് നാം ഓർക്കാനിടയായിട്ട് തീർന്നു. എങ്ങനെ അത് സാധിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും ആനന്ദിക്കുന്നവരാകണം? സാഹചര്യങ്ങൾ പ്രതികൂലമായാലും അല്ലെങ്കിലും കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് എന്തുകൊണ്ട് ഇടയാകണം, അല്ലെങ്കിൽ എങ്ങനെ അത് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചില പാഠങ്ങളാണ് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പറയാനായിട്ട് ഞാൻ ഇടയായിട്ട് തീർന്നത്. ഇന്ന് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മൊത്തമായിട്ട് 1 മുതൽ 12 വരെ ഒരു പോർഷനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആ 1 മുതൽ 12 വരെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന, ഇപ്പോൾ നാം ചൂരൽ മലയിലും അതുപോലെ ആ മുണ്ടക്കയത്തൊക്കെ ഒരു സുപ്രഭാതത്തിൽ ആ രാത്രിയിൽ അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അത് പ്രകൃതിയുടെ ക്ഷോഭം ഫലമായിട്ടാണെങ്കിൽ ഇവിടെ ക്രിസ്തു നിമിത്തം സ്വന്തം അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ചിതറിപ്പാർക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ അവരെ ധൈര്യപ്പെടുത്താനായിട്ട് ക്രിസ്തുവിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം ഊട്ടിയുറപ്പിക്കാനായിട്ട് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ ആദ്യമായിട്ട് തൻ്റെ തൂലികയിലൂടെ ദൈവാത്മനിയോഗത്താൽ എഴുതുന്നത് അവർക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ചാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് നാം ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 10 മുതൽ 12 വരെയുള്ള ഭാഗത്ത് രക്ഷയെക്കുറിച്ചാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു പാഠം, പ്രത്യേകിച്ച് ആ ക്രിയാപദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ഗ്രഹിക്കുന്നവരാകണം.
തിരിച്ചറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവരാകണം, അറിയുന്നവരാകണം എന്നുള്ള സത്യമാണ് 10 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഗ്രഹിക്കേണ്ടത് എന്നുള്ളതും അവിടെ നിന്ന് നാം 10 മുതൽ 12 വരെ വായിക്കുമ്പോൾ ഒരു ആശയം ആവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് 10-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചിരിക്കുന്നു. അപ്പോൾ വരുവാനിരിക്കുന്ന കൃപ, ഈ രക്ഷ എന്നുള്ളതാണ്. അപ്പോൾ രക്ഷയെക്കുറിച്ചാണ് ഗ്രഹിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം, നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ മൂല്യം, നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ വില, നിങ്ങൾക്ക് ലഭിച്ച രക്ഷയുടെ പ്രാധാന്യം തിരിച്ചറിയുക അല്ലെങ്കിൽ ഗ്രഹിക്കുക എന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ നിത്യരക്ഷയുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവാത്മാവ് അവരെ ധൈര്യപ്പെടുത്താനായിട്ട് അവർക്ക് ലഭിച്ച വലിയേറിയ രക്ഷ, ഇത്ര വലിയ രക്ഷയുടെ മഹത്വം ഉൾക്കൊള്ളുവാനായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്കറിയാം, നാം ഒരു കാര്യത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനു വേണ്ടി വില കൊടുക്കുവാനായിട്ട് തയ്യാറാവുക. അപ്പോൾ ഇവരെ ഒന്ന് ഓർപ്പിച്ചുണർത്തുകയാണ്, നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക്, നിത്യമായ ശിക്ഷാവിധിയിലേക്ക് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായതിനാൽ പോകേണ്ടവരായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വലിയ വില കൊടുത്ത് നിങ്ങൾക്ക് വലിയൊരു രക്ഷ ദൈവം സമ്പാദിച്ചു. ആ രക്ഷയെ കാലാകാലങ്ങളിൽ ആ രക്ഷയുടെ ഗുണഭോക്താക്കളാകാൻ നിങ്ങൾക്ക് ഇടയായിട്ട് തീർന്നു. അതിൻ്റെ മഹത്വം ഒരു നാൾ നിങ്ങൾ തിരിച്ചറിഞ്ഞു, അതിനുവേണ്ടി വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി. ഇന്ന് അതിൻ്റെ ഫലമായി നിങ്ങൾ നാനാവിധമായ പരീക്ഷകളിലൂടെ, പരിശോധനകളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങൾ വില കൊടുത്തു വന്ന ആ രക്ഷയുടെ പ്രാധാന്യത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ഈ നൊടിനേരത്തുള്ള ആ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നാം എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതിന് വില കൊടുക്കാനായിട്ട് നാം തയ്യാറാവും. നമുക്കറിയാം, ഒരു MBBS സ്വപ്നമുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വളരെയധികം ത്യാഗങ്ങൾ അല്ലെങ്കിൽ വളരെയധികം സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് യാഥാർത്ഥ്യം. അങ്ങനെ വില കൊടുക്കുവാൻ അവൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? അവനൊരു സ്വപ്നമുണ്ട്, അവൻ വിലയുള്ളതായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി അവൻ അവൻ്റേതായിട്ടുള്ള ത്യാഗം ചെയ്യാനായിട്ട് അവൻ സന്നദ്ധനാണ്. അപ്പോൾ അതേ ആ താരതമ്യം നാം ഇതിലേക്ക് എടുത്താൽ ഈ ലോകത്തിൽ കഷ്ടപ്പാടുകൾ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരിക്കൽ അത് വിലയേറിയതായി കണ്ട് നിങ്ങൾ രക്ഷയിലേക്ക് വന്നവരാണ്. അതുകൊണ്ടാണ് ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പത്രോസിലൂടെ ഇവിടെ രേഖപ്പെടുത്താനായിട്ട് ഇടയായിട്ട് തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചും ഇത് യാഥാർത്ഥ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ അതിപരിചയം നിമിത്തം നമുക്കറിയാം, നമ്മളിതൊക്കെ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ കേട്ട് വളരുന്നത് കൊണ്ട് ഈ അതിപരിചയം അതിൻ്റെ പ്രാധാന്യത്തെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണം പറഞ്ഞു. മനോഹരമായ ഒരു സീനറി, ആ റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവിടെയുള്ള റിസോർട്ട്, ആ സീനറി, മനോഹരമായ പ്രകൃതി ദൃശ്യം അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കാതിരിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അത് വളരെ ആസ്വാദ്യകരമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം അതിപരിചയം അതിൻ്റേതായ പ്രാധാന്യത്തെ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും അനുദിന ജീവിതത്തിൽ നമ്മെ രക്ഷിച്ച ആ രക്ഷകനെ കുറിച്ചും ആ രക്ഷയുടെ മഹത്വത്തെയും വലുപ്പത്തെയും അതിന് പിന്നിൽ അവൻ കൊടുത്ത വലിയ വിലയെയും അതിൻ്റേതായ ആ തനിമയിൽ ഓർക്കുവാനും ദൈവത്തിന് അവൻ്റെ നാമത്തിന് തക്കതായ മഹത്വം കൊടുക്കുവാനും നമുക്ക് അനുദിനം സാധിക്കുന്നില്ലെങ്കിൽ, അത് നമ്മെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ, കേവലം നാം കലാലയങ്ങളിൽ പഠിച്ച ഒരു കെമിസ്ട്രി വിഷയത്തെ പോലെയോ ഫിസിക്സിനെ പോലെയോ മാത്രം നമ്മുടെ ബൗദ്ധിക മണ്ഡലത്തിൽ ഇരിക്കുന്നുവെങ്കിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മറ്റുള്ള മനുഷ്യരെ പോലെ നിരാശയിലും അതുപോലെ തന്നെ പിറുപിറുപ്പിലും തളർന്നു പോകാനായിട്ട് അതുകൊണ്ട് ഈ വിഷയം വളരെ കാലിക പ്രസക്തിയുള്ളതാണ് നമ്മെ സംബന്ധിച്ച് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ദൈവം നമ്മെ
അത്രയ്ക്ക് പ്രിയമുള്ളതായിട്ട് കാണുന്നു. റോമലേഖനം 8 നാം വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനെ എല്ലാം നൽകുമോ എന്ന് നാം വായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ദൈവപുത്രൻ അവനെ നമുക്ക് നൽകിയെങ്കിൽ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കും. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ മഹത്വം അനുദിനം നാം ഓർക്കണം. അത് പിശാച് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പത്രോസ് ഈ പീഡനത്തിലൂടെ ക്രിസ്തു നിമിത്തം കഷ്ടമനുഭവിക്കുന്ന ദൈവജനത്തെ ശക്തിപ്പെടുത്താനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഉപയോഗിച്ചപ്പോൾ ആദ്യമേ പറയുന്നത് രക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ ഗ്രഹിക്കുന്നവരാകണം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊക്കെയാണ് ഇത് എഴുതുന്നതെങ്കിൽ ഇപ്പോൾ വചനമൊക്കെ നമ്മളിങ്ങനെ കുറേശ്ശെ മനസ്സിലാക്കുമ്പോൾ ഈ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് പല നിലകളിലായിരിക്കും എഴുതുക. എന്നാൽ പത്രോസ് വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഈ ഭാഗത്ത് നിന്ന് 4 പാഠങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് 10-ാമത്തെ വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഇത് പ്രവാചകന്മാരുടെ പഠന വിഷയമായിരുന്നു. എന്താ ഗ്രഹിക്കേണ്ടത്? രക്ഷയുടെ മഹത്വമാണ്. അപ്പോൾ രക്ഷയുടെ മഹത്വത്തെക്കുറിച്ച് പത്രോസ് അനുവാചകർക്ക് ലേഖനം എഴുതുമ്പോൾ ആദ്യം തന്നെ ഇവിടെ പരാമർശിക്കുന്ന വിഷയം, നിങ്ങൾക്ക് ലഭിച്ച ഈ ഇത്ര വലിയ രക്ഷ അത് കാലാകാലങ്ങളായുള്ള ഭക്തന്മാരുടെ പഠന വിഷയമായിരുന്നു. പഠന വിഷയം എന്ന് വെച്ചാൽ അവരുടെ ആരാഞ്ഞന്വേഷിച്ചിരുന്ന വിഷയമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. ക്ഷമിക്കണം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. യേശുവിനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. ക്ഷമിക്കണം, ഞാൻ ഉദ്ദേശിച്ച വാക്യം. ഓക്കെ, ക്ഷമിക്കണം, അതല്ല വാക്യം. കർത്താവ് തൻ്റെ ശിഷ്യരോട് സംസാരിക്കുമ്പോൾ പഴയ നിയമ ഭക്തരുടെ ആഗ്രഹത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്യം മത്തായി സുവിശേഷം 11-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, തൻ്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഓക്കെ, മത്തായി സുവിശേഷം 13-ന്റെ 17, അതാണ് നേരത്തെ ഞാൻ ഉദ്ദേശിച്ചത്. 13-ന്റെ 17. ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ വിലാപം പാടി, നിങ്ങൾ വാർത്തടിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട്. മത്തായി 13-ന്റെ 17. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഓക്കെ, 16-ാം വാക്യം കൂടെ വായിക്കാം. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത്, ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഭക്തരുടെ ആഗ്രഹമായിരുന്നു. അവർ ആരാഞ്ഞന്വേഷിച്ചിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞതിൽ നിന്ന് നമുക്കത് വ്യക്തമാണ്. പഴയ നിയമ പ്രവാചകന്മാരും നീതിമാന്മാരും കർത്താവിൻ്റെ ആ കാലഘട്ടത്തിൽ കർത്താവിനെ കണ്ടതുപോലെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കേൾക്കാനായിട്ട് കൊതിച്ചിരുന്നു, പക്ഷെ അവർക്കത് സാധിച്ചില്ല. അപ്പോൾ ആ കാര്യം ഇവരോട് പറയുമ്പോൾ, ഈ പത്രോസിൻ്റെ അനുവാചകരോട് പറയുമ്പോൾ, നിങ്ങൾക്ക് ലഭിച്ച ഈ വിലയേറിയ രക്ഷയുടെ ഇത് അവർ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, അവരത് കൊതിച്ചിരുന്നു. ആ വിഷയമാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അതിനെ നിറവേറൽ നോക്കിക്കണ്ട് ആസ്വദിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് നോക്കാൻ സാധിക്കും. ഈ പ്രവാചകർ ദൈവത്തിൻ്റെ വചനം ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു എന്നുള്ളതാണ്. തിരുവെഴുത്ത് നോക്കുമ്പോൾ ഒരു എഴുത്തുകാരനിൽ നിന്ന് കോട്ട് ചെയ്ത കാര്യങ്ങളാണ്. 21 കൂട്ടം കാര്യങ്ങൾ കർത്താവിൻ്റെ
അവർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്ന വിഷയം നാം ഇവിടെ വായിക്കുന്നുണ്ട് 11-ാമത്തെ വാക്യത്തിൽ. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും. അപ്പോൾ അവർ ആരാഞ്ഞ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കഷ്ടവും പിൻവരുന്ന മഹിമകളുമായിരുന്നു. അപ്പോൾ 21 അതിലധികം കാണും. പക്ഷെ ആ എഴുത്തുകാരൻ എഴുതിയത് ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാനായിട്ട് ഇടയായിട്ട് തീരുന്നതാണ്. അവർ ആരാഞ്ഞന്വേഷിച്ചിരുന്നു. അന്ന് ലഭ്യമായിരുന്ന ദൈവിക വെളിപ്പാടിനാൽ ലഭിച്ചിരുന്ന തിരുവെഴുത്തുകളിൽ നിന്ന് അവർ ആരാഞ്ഞ് കാലാകാലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. എന്നാൽ അവർക്ക് അത് മനസ്സിലായി. നാം അത് പിന്നീട് വായിക്കുന്നുണ്ട് 11-ാം വാക്യത്തിൻ്റെ അവസാനം. അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടാണ് ആ ശുശ്രൂഷ ചെയ്തത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു രക്ഷയുടെ ഗുണഭോക്താക്കളാണ് നിങ്ങൾ. ഇപ്പോൾ ആ രക്ഷകൻ നിമിത്തം നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ള ഭക്തരുടെ ആഗ്രഹമായിരുന്നു, അവരുടെ വിഷയമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അതുപോലെ തന്നെ ഈ വേദഭാഗം നോക്കുമ്പോൾ നമുക്കറിയാം, സ്നേഹിതരാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്നത് സങ്കീർത്തനം 41:9 കാണുന്നത്. അത് നിറവേറിയത് മത്തായി, യോഹന്നാൻ സുവിശേഷങ്ങളിൽ നാം കാണുന്നുണ്ട്. 30 വെള്ളിക്കാശിന് വിൽക്കപ്പെടുന്നത്, ശിഷ്യന്മാരാൽ ഉപേക്ഷിക്കപ്പെടുന്നത്, കള്ളസാക്ഷികളാൽ സാക്ഷ്യം പറയുന്നത്, ന്യായവിസ്താര സഭയുടെ മുമ്പ്. ഇങ്ങനെ നമുക്കറിയാം കർത്താവിനെ കുറിച്ചിട്ടുള്ള ഒട്ടനവധി പ്രവചനങ്ങൾ നിവർത്തിയായിട്ടുള്ളത് തിരുവെഴുത്തുകളിൽ നാം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിത് കോട്ട് ചെയ്യാൻ ഇടയായിട്ട് തീർന്നത്, ആ പ്രവാചകർ ഇത് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അതിൽ നിന്ന് ഒരു പ്രായോഗിക പാഠം പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഇന്ന് അന്നത്തെ ദൈവത്തിൻ്റെ വചനത്തിൽ എന്ന് പറയുന്ന എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ ദൈവം പണ്ട് ഭാഗമായിട്ടാണ്, വിവിധമായിട്ടാണ് അന്ന് വെളിപ്പാടുകൾ നൽകിയത്. എന്നാൽ ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം പൂർണ്ണമായിട്ടുള്ള വെളിപ്പാട് ഈ 66 പുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് ഈ പ്രവാചകർ ചെയ്തതുപോലെ ആരാഞ്ഞന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം കെമിസ്ട്രി പഠിക്കുന്നത് പോലെയോ ഫിസിക്സ് പഠിക്കുന്നത് പോലെയോ ഗണിതശാസ്ത്രം പഠിക്കുന്നത് പോലെയോ അല്ല. ഇതിൽ നാം കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ നാം ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. അപ്പോൾ തിരുവെഴുത്തുകളിലുള്ള ആ ദൈവശക്തി, അതായത് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിലുള്ള ദൈവവചനത്തിൻ്റെ പഠനം, ആ രീതിയിൽ കേവലം അറിവ് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി കുറേ കാര്യങ്ങൾ നാം മനസ്സിലാക്കി അതിൽ സ്കോളേഴ്സ് ആകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന രീതിയിൽ ആ ദൈവ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയുന്ന തലത്തിലുള്ള ആരാഞ്ഞന്വേഷണം അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ ഭാഗത്തു നിന്ന് പ്രായോഗികമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരു അനുദിന ജീവിതത്തിൽ ഒരു ആരാഞ്ഞന്വേഷിക്കുന്ന ശീലം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെയുള്ള ഈ പ്രവാചകർക്ക് നമ്മുടെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ലഭിച്ച വെളിപ്പാട് ഭാഗികമായിരുന്നു. എന്നാൽ അതിനോടുള്ള അവരുടെ വിശ്വസ്തത എത്ര വലുതായിരുന്നു എന്നുള്ളത് നാം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയതിൽ നിന്നും നമ്മുടെ കർത്താവ് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെയെങ്കിൽ ഇത്രയധികം സൗകര്യങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ തലമുറയിൽ കർത്താവിൻ്റെ വചനത്തെ ആരാഞ്ഞന്വേഷിക്കുന്ന പരീശന്മാരെ പോലെ കേവലം തിരുവെഴുത്തുകൾ അറിയുന്നവരായിട്ട് മാത്രമല്ല, സദൂക്യന്മാരോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുന്നത്. അപ്പോൾ സദൂക്യരെ പോലെയോ അതുപോലെ തന്നെ പരീശന്മാരെ പോലെയോ കേവലം തിരുവെഴുത്തുകൾ മനസ്സിലാക്കുന്നവരായിട്ടല്ല, തിരുവെഴുത്തുകളോടൊപ്പം ദൈവശക്തിയെയും തിരിച്ചറിയുന്ന രീതിയിലുള്ള പഠനം, അത് അനുദിന ജീവിതത്തിൽ നമുക്ക് അനുപേക്ഷണീയമാണ് എന്നുള്ളത് ഇത്തരണത്തിൽ ഓർപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഇതവരുടെ പഠന വിഷയമായിരുന്നു. അത് ദൈവവചനം അവർ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. രണ്ടാമതായിട്ട് അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. നാം നേരത്തെ വായിച്ച മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അവരെക്കുറിച്ച് വായിക്കുന്നത് നീതിമാൻ പ്രവാചകരും നീതിമാന്മാരും എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ തന്നെ നാം നോക്കുമ്പോൾ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്, നമുക്കറിയാം
ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നാം തിരുവഴുത്തിൽ റോമലേഖനം 8 വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ആ വെളിപ്പാട് അവർക്ക് ലഭിക്കത്തക്കവണ്ണം ഒരു മറ, ഒരു തടസ്സം അവരില്ല. കാരണം അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയവരായിരുന്നു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം സ്വീകരിക്കത്തക്ക രീതിയിലുള്ള ശരിയായ ഒരു ബന്ധം ദൈവവുമായിട്ട് അവർ പുലർത്തിയവരായിരുന്നു. അപ്പോൾ ഈ രക്ഷയെ കുറിച്ച് അവർ ആരാഞ്ഞന്വേഷിച്ചത് അവരുടെ പഠന വിഷയമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒന്നാമത്തെ ഒരു പ്രായോഗിക നിർദ്ദേശം, ദൈവത്തിൻ്റെ വചനത്തെ അവർ ആരാഞ്ഞന്വേഷിച്ചു എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒരു മറ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഇന്നും നമുക്ക് പ്രസക്തമാണ്. അനുദിന ജീവിതത്തിൽ പാപമാകുന്ന മറ വരികയാണെങ്കിൽ ദൈവിക സന്ദേശം ഉള്ളതുപോലെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ കെമിസ്ട്രി അതുപോലെയുള്ള സെക്യുലർ സ്റ്റഡീസിൽ നാം പഠിക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ ഇത് പഠിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെതായ ആ പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല. ഈ പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയവരായിരുന്നു. നമ്മെ സംബന്ധിച്ചും ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ 100% പരിപൂർണ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതല്ല, അത് അസാധ്യമാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന. എന്നാൽ നാം ദൈവത്തോട് സത്യസന്ധരായിട്ട് നമ്മുടെ ഉള്ള കുറവുകൾ, ന്യൂനതകൾ കർത്താവിൻ്റെ മുമ്പാകെ സമ്മതിക്കുന്നവരായിട്ട്, അങ്ങനെ കർത്താവുമായി നിരന്തരം നിരപ്പിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതാണ് എന്നുള്ള വിഷയം കൂടെ ഇവിടെ നിന്ന് പ്രായോഗികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ നിന്ന് ചിന്തിക്കാവുന്നത് പ്രായോഗികമായിട്ട് അതിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്ത് തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ അവർ ആരാഞ്ഞന്വേഷിച്ച് നോക്കി, അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചു. ദൈവിക വെളിപ്പാടുകൾ അവർക്ക് മനസ്സിലാക്കുന്നതിന് മറയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് സാധിച്ചൊരു കാര്യം, ആ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എന്തായിരുന്നു ശുശ്രൂഷ? നമുക്ക് വേണ്ടി ആ തിരുവെഴുത്തുകൾ അവരിലൂടെ രേഖപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് ഇതിൽ നിന്നെടുക്കാവുന്ന ഒരു പ്രായോഗിക പാഠം എന്ന് പറയുന്നത്, ദൈവിക ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് ഞാനും നിങ്ങളും തീരണം. അതിനുള്ള ഒരു സ്റ്റെപ്പ് ഈ ഭാഗത്തു നിന്ന് പഠിക്കാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ വചനം ആരാഞ്ഞ് അന്വേഷിക്കുന്ന ശീലമുണ്ടാകണം. അതിന് അനുദിനം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ശീലമുണ്ടാകണം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് നൽകും. ആ ആലോചനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ഗ്രഹിക്കുന്നവരാകണം എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ ഗ്രഹിക്കേണ്ടത്? ദൈവം നൽകിയ, ദാനമായി നൽകിയ ഇത്ര വലിയ രക്ഷയെ നാം ഗ്രഹിക്കണം. അതിൻ്റെ മഹത്വത്തെ നാം ഗ്രഹിക്കണം. അത് രക്ഷയുടെ മഹത്വത്തെ ഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, അത് പ്രവാചകരുടെ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായിട്ട് പ്രവാചകരുടെ പഠന വിഷയമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 3 കുറിപ്പുകൾ നമുക്ക് പ്രായോഗികമായിട്ട് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അവർ ആരാഞ്ഞന്വേഷിച്ചു എന്നുള്ളതിൽ നിന്ന് നമുക്ക് ഇന്ന് പൂർണ്ണമായ ദൈവിക വെളിപ്പാടുകൾ ലഭിച്ചതിനാൽ ആ ലഭിച്ച വെളിപ്പാടുകളിൽ നിന്ന് തിരുവെഴുത്തിനെയും ആ ദൈവത്തിൻ്റെ ശക്തിയെയും ആരാഞ്ഞന്വേഷിക്കുന്നവരായിട്ട് തീരണം. രണ്ടാമത്, അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. നാമും ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടതാണ്. അവർ ദൈവിക ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നു. നമ്മളും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഈ തലമുറയിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. രണ്ടാമത്തെ കാര്യം അവിടെ നാം കാണുന്നത് വെളിപ്പെടുത്തി അല്ലെങ്കിൽ വെളിപ്പാട്. ദൈവത്തിൻ്റെ വെളിപ്പാട് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വെളിപ്പാട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. വെളിപ്പെടുത്തിയ വിഷയമാണ്. ഈ ഇത്ര വലിയ രക്ഷ അല്ലെങ്കിൽ ആ രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കുറേ 21 വാക്യങ്ങൾ, പ്രവചന ഭാഗങ്ങൾ നിവൃത്തിയായത് കാണിച്ചുവല്ലോ. അപ്പോൾ ഇതൊക്കെ അവർക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വെളിപ്പാടിനാലാണ്. അപ്പോൾ ഇത്ര വലിയ രക്ഷ അല്ലെങ്കിൽ ആ രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത് അത് വെളിപ്പാടിനാൽ ലഭിച്ച വിഷയമാണ് എന്നുള്ളത്
നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ അവർക്കത് വെളിപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെളിപ്പാട്, അതുപോലെ തന്നെ ദൈവാത്മാവിൻ്റെ ആ നിശ്വസ്തത എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയായിട്ട് തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവിൻ്റെ ആത്മാവ് സമം പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല ആ പരിശുദ്ധാത്മാവിനാലാണ് പഴയ നിയമ പ്രവാചകർ ഈ വെളിപ്പാടുകൾ ലഭിച്ച് തിരുവഴുത്തുകൾ നമുക്ക് നൽകിയതെന്നും, അതുപോലെ തന്നെ ഈ സുവിശേഷം അറിയിച്ച ഈ അപ്പോസ്തലന്മാർക്കും ഈ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച് ഇത് രേഖപ്പെടുത്തിയതെന്നും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 3 കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നു. 1 വെളിപ്പാട് എന്നുള്ളതാണ്, വെളിപ്പാട്. 2 ദൈവശ്വാസീയത എന്നുള്ളതാണ്. 3 പ്രകാശനം എന്നുള്ള ഈ വിഷയങ്ങൾ തിമോഥെയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം എടുത്തപ്പോൾ അല്പമായിട്ട് ഞാൻ പറയാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുള്ളത് കൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ വെളിപ്പാടായിട്ട് കൊടുത്ത ഒരു വിഷയമാണ് ഈ രക്ഷ. അത് തന്നെ അതിൻ്റെ മഹത്വത്തെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തിരുവഴുത്ത് നമുക്ക് ലഭിച്ചത്, ഈ തിരുവഴുത്തിലൂടെ ഈ രക്ഷയുടെ മഹത്വത്തെ നാം ഇന്ന് മനസ്സിലാക്കുന്നത് 2 പ്രക്രിയയിലൂടെയാണ്. 1 വെളിപ്പാട്, ദൈവശ്വാസീയ. അതിന്നില്ല. വെളിപ്പാട്, ദൈവശ്വാസീയത തിരുവഴുത്തുകളുടെ പൂർത്തീകരണത്തോടെ അത് കഴിഞ്ഞു. എന്നാൽ അനുദിന ജീവിതത്തിൽ ഞാനും നിങ്ങളും തിരുവഴുത്തുകളുടെ മുമ്പാകിരിക്കുമ്പോൾ ഇത് എഴുതിയ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാണ് ജീവിക്കുന്നതെങ്കിൽ നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രകാശനം നമുക്ക് ലഭിക്കും. അങ്ങനെ പ്രകാശനം ലഭിച്ച ചിന്തകളാണ് ഞാനും നിങ്ങളോട് പങ്കിടാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പെടുത്തിയ വിഷയമാണ് എന്നുള്ളതിൽ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വേദഭാഗമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1ാമത്തെ ലേഖനം 2ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യം. ഇത് അന്ന് ഞാൻ പറഞ്ഞതാണ്, എങ്കിലും ഞാൻ വേഗത്തിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അത് അവിടെ നാം വായിക്കേണ്ട 1 കൊരിന്ത്യർ 2:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കിലിരിക്കുന്ന ചിലർക്ക് അത് കാണാൻ സാധിക്കുന്നില്ല എന്ന് എന്നോട് അറിയിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതൊറ്റ ഇതിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. 1 കൊരിന്ത്യർ 2:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 10ാമത്തെ വാക്യം ചുവന്ന മഷിയിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ വെളിപ്പാടിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ എന്ന് നാം കാണുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി 12ാം വാക്യത്തിൽ അത് പ്രകാശനത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. അതുപോലെ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ അത് ദൈവാത്മ നിശ്വസ്തതയെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. മാത്രമല്ല ആത്മീകർക്ക് ആത്മീകമായി തെളിയിക്കുന്നു എന്നുള്ളത് അത് വ്യാഖ്യാനത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവം നമുക്ക് നൽകിയത് അറിവാനായി എന്നുള്ളത് പ്രകാശനത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവാത്മ നിശ്വസ്തത, വെളിപ്പാട്, പ്രകാശനം, വ്യാഖ്യാനം എന്നിങ്ങനെയെല്ലാം ഈ ഒറ്റ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ വചനം ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നൽകി, അത് വെളിപ്പാടിലൂടെ നൽകി. അങ്ങനെ വെളിപ്പാടിലൂടെ നൽകിയ ദൈവത്തിൻ്റെ വചനം അവർ അത് രേഖയാക്കി, അത് ദൈവാത്മ നിശ്വസ്തതയിലൂടെ രേഖയാക്കി. ആ രേഖയാക്കപ്പെട്ട വചനം അതിൻ്റെ മുൻപിൽ നാം ഇന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് പ്രകാശിച്ച് നൽകുന്നു. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദൈവാത്മനിശ്വസ്തത എന്നുള്ളതാണ്. ദൈവാത്മനിശ്വസ്തത നേരത്തെ നമ്മൾ പറഞ്ഞു, ദൈവശ്വാസീയത എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന് മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ തെറ്റുകൂടാതെ, വിട്ടുകളയാതെ ആധികാരികമായി രേഖപ്പെടുത്താൻ ദൈവം തൻ്റെ ആത്മാവിനാൽ വചനത്തിൻ്റെ എഴുത്തുകാരെ നയിക്കുന്നതിനെയാണ് ദൈവശ്വാസീയത എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനിത് എഴുതിയിരുന്നു. ഇത് ഞാൻ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ സന്ദർഭോചിതമായി കോട്ട് ചെയ്തേ ഉള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് മാർഗനിർദ്ദേശകമാണ്. തെറ്റുകളിൽ നിന്ന് ഒഴിവാക്കലിൽ നിന്നും
കാത്തു രക്ഷിച്ചതാണ്. ചിന്തകളിലും ധാരണകളിലും മാത്രമല്ല പദാവലികളിലും ദൈവശാസ്ത്രീയത ഉണ്ടായിരുന്നു. മാത്രമല്ല ഒറിജിനൽ ടെക്സ്റ്റിനാണ് അതുള്ളത് എന്നുള്ളതൊക്കെ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നാം ചിന്തിക്കുന്നത് സത്യകൃപയിൽ നിൽക്കുന്നവർ ഗ്രഹിക്കുന്നവരാകണം. എന്താ ഗ്രഹിക്കേണ്ടത്? രക്ഷയുടെ മഹത്വമാണ് ഗ്രഹിക്കേണ്ടത്. അതിലൊന്നാമതായിട്ട് അതവരുടെ ആരാഞ്ഞന്വേഷിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് അത് അവർക്ക് ഒന്നാമത് പഠന വിഷയമായിരുന്നു. രണ്ടാമത് അത് അവർക്ക് വെളിപ്പെടുത്തപ്പെട്ട വിഷയമായിരുന്നു. മൂന്നാമതായിട്ട് അത് അവരുടെ പ്രസംഗ വിഷയമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 12-ാമത്തെ വാക്യം. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ സുവിശേഷം അറിയിച്ചവർ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഇത്ര വലിയ രക്ഷ അത് പ്രസംഗ വിഷയമാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുവിശേഷം അറിയിച്ചവർ എന്നുള്ളതിൽ നിന്നാണ് അത് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. ഈ സുവിശേഷത്തെക്കുറിച്ച് 3 കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർ 1:1 നമുക്ക് വായിക്കാം. റോമർ 1:1. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അപ്പോൾ ഇവിടെ സുവിശേഷം അറിയിച്ചവർ എന്നുള്ളതിൽ നിന്നാണ് ഇത് പ്രസംഗ വിഷയമാണ് എന്ന് ഗ്രഹിക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ആ സുവിശേഷത്തെ കുറിച്ചിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. റോമർ 1:1 നാം ഇങ്ങനെ വായിക്കുന്നു, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ ഓഫ് ഗോഡ്. മലയാളത്തിൽ അത് അത്ര കൃത്യമല്ലെങ്കിൽ തന്നെയും ഇംഗ്ലീഷിൽ നിന്ന് അത് മനസ്സിലാക്കാം. ഈ സുവിശേഷം ദൈവത്തിൻ്റെതാണ്. ഈ സുവിശേഷം ദൈവത്തിൻ്റെതാണ്. രണ്ടാമതായിട്ട് 2 കൊരിന്ത്യർ 2:12 നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 2:12. എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാലെ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എൻ്റെ സഹോദരനായ തീത്തോസിനെ കാണാനിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലായതിനാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞു മക്കദോനിക്ക് പുറപ്പെട്ടു. ഓക്കെ, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സുവിശേഷം. മൂന്നാമതായിട്ട് 2 തിമോഥെയോസ് 2:8. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സുവിശേഷമെന്നും ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നും അതുപോലെ തന്നെ എൻ്റെ സുവിശേഷമെന്നും അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അതിൽ നിന്ന് ആ സുവിശേഷത്തോട് പൗലോസിനുള്ള ആ അഭേദ്യമായിട്ടുള്ള ആ സ്നേഹം, ആ ബന്ധം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചും സുവിശേഷത്തോടുള്ള നമ്മുടെ ആ മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ ആ അഭിനിവേശം എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം അത് പ്രഭാഷണമായിട്ടും നമ്മുടെ ജീവിതത്തിലൂടെയും വരച്ച് കാണിക്കുവാൻ, അതിന് സാക്ഷ്യം പറയാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നാം ചെയ്യുന്നതിൽ വിശ്വസ്തത പുലർത്തേണ്ടതും വളരെയധികം ആവശ്യമാണ്. പൗലോസിനെ സംബന്ധിച്ച് ഈ സുവിശേഷം ദൈവത്തിൻ്റെതാണെന്ന് അതിൻ്റെതായ പ്രാധാന്യം താൻ ഉൾക്കൊണ്ടിരുന്നു. മാത്രമല്ല തനിക്ക് വേണ്ടി ചങ്കിലെ ചോര നൽകിയ ക്രിസ്തുവിൻ്റെതാണെന്നുള്ള ആ സത്യം തന്നെ ഭരിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് തൻ്റെ എഴുത്തിൽ പല ഭാഗത്ത് 3 ഭാഗത്തായിട്ട് നാം ലേഖനങ്ങളിൽ വായിക്കുന്നുണ്ട്, എൻ്റെ സുവിശേഷം, എൻ്റെ സുവിശേഷം. ആ രീതിയിൽ അഭേദ്യമായ ഒരു ബന്ധം, തൻ്റെ ഒരു ശൈലിയായി തന്നെ സുവിശേഷം മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ഭാഗത്ത് വന്ന വലിയൊരു വീഴ്ചയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സുവിശേഷത്തിന് 2 തലങ്ങളുണ്ട് എന്നുള്ളതാണ്. കേവലം നാം സുവിശേഷം അറിയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അന്ത്യനിയോഗം കൊടുത്തപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് വളരെയധികം എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു സത്യമാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് അന്ത്യനിയോഗം കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് നാം
പലപ്പോഴും വിസ്മരിച്ചു പോയിട്ടുള്ളതാണ് നമ്മുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട വളർച്ചയുടെ കുറവിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 19-ാം വാക്യത്തിലാണ്, ഞാൻ വായിക്കാം. മത്തായി സുവിശേഷം 28:19. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവിൻ്റെ അന്ത്യകൽപ്പന എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക സമം ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ട് നാം സുവിശേഷം പ്രസംഗിക്കണം, ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ട് നാം സ്നാനം കഴിപ്പിക്കണം, ശിഷ്യരാക്കിക്കൊള്ളുവാനായിട്ട് അവൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നൊരു പാക്കേജിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ചിലർ അതിൻ്റെ ഒരു തലം ദൈവം അവർക്ക് കൊടുത്ത പ്രകാശനം അനുസരിച്ച് അത് ചെയ്യുന്നു, ചിലർ അതിൻ്റെ മറ്റൊരു തലം ചെയ്യുന്നു. എന്തു തന്നെയായാലും ഈ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സുവിശേഷം അത് വളരെ ഫലമുളവാക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു തലത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഉപദേശിപ്പാൻ തക്കവണ്ണം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക എന്നുള്ളത് നാം വിസ്മരിക്കുന്നത് കൊണ്ട് ശിഷ്യരാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം നാം അറിയിക്കേണ്ടതാണ്, അതിനൊരിക്കലും കുറച്ച് കാണുവാനായിട്ട് സാധ്യമല്ല. അതേ സമയം തന്നെ അതേ ഗൗരവത്തോടു കൂടെ അതേ വചനം തന്നെ പറയുന്നൊരു പ്രമാണം നാം കാലാകാലങ്ങളായി വിസ്മരിക്കുന്നു. അതാണ് ഞാൻ എല്ലാ ദിവസവും ആരംഭത്തിൽ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ദിനംതോറും ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുക. അങ്ങനെ അനുഗമിക്കുമ്പോൾ നമുക്ക് പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ശിഷ്യരാക്കാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ ഒരു പാക്കേജിൽ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് നമ്മുടെ വളർച്ചയുടെ കുറവിന് കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ അത് ശരിയാകാം തെറ്റാകാമെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയുകയാണ്. എന്നാൽ ഈ പാക്കേജ് മുഴുവനായിട്ട് നാം അനുസരിക്കുകയാണെങ്കിൽ അതേ സുവിശേഷത്തിൻ്റെ വ്യാപനം അനേകർ കർത്താവിനെ അറിഞ്ഞ് അവർ മുഖാന്തരം സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തി അനേക ശിഷ്യഗണം കർത്താവിനുണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്ര വലിയ രക്ഷയുടെ ആ മഹത്വം നാം മനസ്സിലാക്കണം. അതിന് മൂന്നാമതായിട്ട് അത് പ്രസംഗ വിഷയമാണ് എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കുക. ഒടുവിലായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനത് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1:12 നാം വായിക്കുന്നുണ്ട്. അവസാന ഭാഗത്ത് നമുക്കതൊന്നുകൂടെ വായിക്കാം. 1 പത്രോസ് 1:12 അവസാനം. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നത് വിഷയം എഫേസ്യ ലേഖനം 3:10 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്കൊന്ന് നോക്കാം. എഫേസ്യ ലേഖനം 3:10. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദിനിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ഓക്കെ, ഇവിടെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അറിവായി വന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ദൂതന്മാർ കുനിഞ്ഞു നോക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വില്യം മക്ഡൊണാൾഡ് തൻ്റെ കമൻട്രിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ കോട്ട് ചെയ്തൊന്ന് ജസ്റ്റ് പറഞ്ഞ് ഇന്നത്തെ ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെക്കുറിച്ച് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് സഭ മുഖാന്തരമാണ് അറിയുന്നത്, സഭ മുഖാന്തരം അറിയുന്നു. അപ്പോൾ അദ്ദേഹം അതിന് മനോഹരമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ, അതാണ് 3 കുറിപ്പുകളായിട്ട് ഞാൻ ഇതിലെടുത്തത്. ഒന്ന്, ഈ ബഹുവിധമായ ജ്ഞാനം അഭ്യസിപ്പിക്കുന്ന അധ്യാപകൻ എന്ന് പറയുന്നത് ദൈവം താൻ തന്നെയാണ്. അതിന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ക്ലാസ് റൂം എന്ന് പറയുന്നത് അഖിലാണ്ടമാണ്. മാത്രമല്ല അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനമാണ്. ആ സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് ദൈവം എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് താൻ തൻ്റെ സ്വന്തം രക്തം കൊണ്ട്, തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭ എന്നുള്ളതാണ്. അപ്പോൾ ഈ സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം വിളങ്ങിക്കാണുകയാണ്. എന്താ ഈ സഭയിലൂടെ വിളങ്ങിക്കാണുന്നത്? എഫേസ്യ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ നരകയോഗ്യരായ ഒരു കൂട്ടം ആളുകൾ ഇതാ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അത് എന്തൊരു വലിയ പദവിയാണ് എന്നുള്ളത് ആ ദൂതന്മാരെ സംബന്ധിച്ച് അത് ആശ്ചര്യമുളവാക്കുന്ന കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ശത്രുക്കളായിരുന്ന യഹൂദരും യവനരും ഒരുമിച്ച് ഏകവായിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് ദൂതരെ സംബന്ധിച്ച് അതിശയമുളവാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു എഴുത്തുകാരൻ ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ ദൂതന്മാർക്ക് രക്ഷാമാർഗം ദൈവം ഒരുക്കിയിട്ടില്ല. എന്നാൽ
പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗത്തിന് രക്ഷാമാർഗം ഒരുക്കിയെന്ന് മാത്രമല്ല, അവരെ മക്കളാക്കി തീർത്തു. ഇപ്പോൾ ദൈവത്തോട് മറുതലിച്ച അവർ ഇപ്പോൾ തൻ്റെ പുത്രൻ്റെ ക്രൂശിൻ്റെ മരണത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയാണ്. ഇതെല്ലാം ദൂതന്മാരെ സംബന്ധിച്ച് വളരെ ആശ്ചര്യമുളവാക്കുന്ന വിഷയമായി നാം വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമ്മെ സംബന്ധിച്ചും അത് ഒരു അത്ഭുത വിഷയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഗ്രഹിക്കുന്നവരാകുക. എന്താ ഗ്രഹിക്കേണ്ടത്? നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം ഗ്രഹിക്കാനായിട്ട് ഇടയായിട്ട് തീരേണ്ടതാണ്. അത് പ്രവാചകരുടെ പഠന വിഷയമായിരുന്നു, അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയ വിഷയമായിരുന്നു, അത് അവരുടെ പ്രസംഗ വിഷയമായിരുന്നു. മാത്രമല്ല ഇത് ദൂതർക്ക് അത് അത്ഭുത വിഷയമായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മെ സംബന്ധിച്ചും ഇത് ഒരു അത്ഭുത വിഷയമാണ്, നമ്മെ സംബന്ധിച്ചും ഇത് പ്രസംഗ വിഷയമാണ്. നമ്മെ സംബന്ധിച്ച് ദൈവം നമുക്കിത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി നൽകിയ, പ്രകാശിപ്പിച്ച് നൽകിയ സത്യമാണ്. നമ്മെ സംബന്ധിച്ചും ഇത് പഠന വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ രക്ഷയുടെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാണ്.